എൻ്റെ പുതിയ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ ജഗന്നാഥൻ രാജീവിനോട് പറയുകയാണ്, രാജീവിൻ്റെ വീട്ടിൽ, അതായത് രാജീവിൻ്റെ വീട്ടിൽ ആർക്കെന്ത് സംഭവിച്ചാലും, ഇപ്പോൾ രാഖിക്ക് തന്നെയല്ല, നേരിട്ട് രാഖിക്ക് സംഭവിച്ചില്ലെങ്കിൽ പോലും തുളസിക്കോ ജയേട്ടനോ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചാലും അത് രാജീവിന് അടി കിട്ടുന്നത് പോലെയാണെന്ന് ശാരികയ്ക്ക് നല്ലതായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ രാജീവിന് അത് ശരിയാണെന്ന് തോന്നുകയാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല, നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ശാരികയെ അറിയിക്കാതെ ശാരികയോട് എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങണം, എന്നിട്ട് എനിക്ക് രാജീവിൻ്റെ വീട്ടിൽ എത്തണം, ഈ രാത്രിയിൽ ഞാൻ രാജീവിൻ്റെ വീട്ടിൽ ഉണ്ടായേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തീരുമാനിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം രാജീവിൻ്റെ വീടാണ് കാണിക്കുന്നത്. രാജീവിൻ്റെ വീട്ടിൽ ജയേട്ടൻ ഡോറൊക്കെ അടച്ച് പൂട്ടി അങ്ങനെ ഒരു തയ്യാറെടുത്തിരിക്കുകയാണ്. എന്തോ ഒന്ന് വരാൻ പോകുന്ന ഒരു മട്ടിൽ അവർ തയ്യാറെടുത്ത് തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്ന് രാഖി വന്നിട്ട് ചേട്ടൻ പോയിട്ട് കിടന്നോളൂ എന്നൊക്കെ ജയേട്ടനോട് പറയുമ്പോൾ ജയേട്ടൻ പറയുകയാണ്, നീയും പോയി കിടക്കുന്നു പറയുമ്പോൾ എനിക്ക് എന്തോ ഈ രാത്രി സംഭവിക്കാൻ പോകുന്നതായിട്ട് തോന്നുകയാണെന്നൊക്കെ പറയുമ്പോൾ, നിനക്ക് ഇത്രയും ധൈര്യമേ ഉള്ളൂ, നിൻ്റെ ധൈര്യമൊക്കെ ഇത് എവിടെ പോയി, എന്നെക്കാളും ഭേദമാണല്ലോ ചിഹ്നം എന്നൊക്കെ പറയുകയാണ്. ആകെ പറയുകയാണ്, എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറഞ്ഞാൽ രാജീവേട്ടനാണ്. ഒരു മണിക്കൂർ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ അത്രയും കൂടി ഉത്തരവാദിത്തം എനിക്ക് കൂടുകയാണ്. ഈ വീട്ടിലുള്ളവർക്കൊന്നും ഒന്നും സംഭവിക്കാതെ ഞാൻ തന്നെയല്ലേ നോക്കട്ടെ, എനിക്ക് ഉത്തരവാദിത്തം അല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ജയേട്ടൻ പറയുകയാണ്, നീ അതോർത്ത് പേടിക്കേണ്ട ഒരാവശ്യവുമില്ല, ഞാൻ 5 മിനിറ്റിനുള്ളിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡിയായിട്ടിരിക്കുന്ന ഒരു സംഘം തന്നെയുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറയുകയാണ്. ശേഷം അമ്മണിയമ്മയാണ് കാണിക്കുന്നത്. അമ്മണിയമ്മ രാഖിയോട് പറയുകയാണ്, മോളെ നമുക്കൊരു പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊടുത്താലോ, നമുക്ക് വേണ്ട കാവൽ അവർ തരില്ലേ എന്നൊക്കെ പറയുമ്പോൾ, അതോ മന്ത്രിമാർക്ക് മാത്രമാണോ ഇതൊക്കെ ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് അവർക്കായിരിക്കും കുറച്ചും കൂടി കാറ്റഗറി തിരിച്ച്, അവർ ഇസഡ് കാറ്റഗറിയിലുള്ളവർ, നമുക്ക് 0 കാറ്റഗറിയിലുള്ള ആളാണെന്നൊക്കെ പറയുമ്പോൾ, നമുക്ക് ദൈവം മാത്രമേ തുണയുള്ളൂ എന്നൊക്കെ അമ്മണിയമ്മയും പറയുകയാണ്. അപ്പോൾ രാഖി പറയുന്നു, ദൈവത്തിന് പക്ഷെ ഒന്നും നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തിന് ആവശ്യമുള്ള സമയത്ത് നമുക്കുള്ള ബുദ്ധിയൊക്കെ തെളിയിച്ച് തരാനേ പറ്റുള്ളൂ, ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം, നമുക്കതിനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം, അതിനുള്ള ആയുധം ഉണ്ടായിരിക്കണം എന്നൊക്കെ ഓർത്തിട്ട് പറയുകയാണ്. രാഖി പറയുന്നത് ആ കയ്യിലിരിക്കുന്ന തോക്കിനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ തന്നെ അമ്മണിയമ്മ പറയുകയാണ്, മോൾ പറഞ്ഞതാണ് അതിൻ്റെ ശരി, അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അടുക്കളയിൽ പോയിട്ട് ഒരു വെട്ടുകത്തി എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നു, എനിക്കും അറിയാം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന്, എൻ്റെ തുളസി മോൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ, എൻ്റെ രാഖി മോൾക്കും കുടുംബത്തിനൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അമ്മണിയമ്മ, അങ്ങനെയൊന്നും ചെയ്യേണ്ടി വരില്ല, ധൈര്യമായിട്ടിരിക്കും, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ രാഖിയെ സമാധാനിപ്പിക്കുകയാണ്. അതേസമയം വിഷ്ണുവും സംഘവും അവൻ്റെ രാജയുടെ വീട്ടിൻ്റെ വാതിൽക്ക് തന്നെയുണ്ട്. അവർ ടൈമായോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ്. ടൈമായി, ഇനി നമുക്ക് ഉദ്ദേശിച്ച പോലെ എല്ലാം പ്ലാൻ നടത്താമെന്ന് പറയുമ്പോൾ വേഗം തന്നെ ഒരു ചങ്ങല എടുത്തിട്ട് അവിടുത്തെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുകയാണ്. അതായത് ചങ്ങലയെടുത്ത് ഇലക്ട്രിസിറ്റി കമ്പിയിലേക്ക് എറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കറണ്ട് പോവുകയാണ്. അതേസമയം നമ്മുടെ രാജയുടെ വീട്ടിലാണെങ്കിൽ രാഖിയും ആരതി ചേച്ചിയും ചേട്ടനും കൂടി അങ്ങനെ സെറ്റിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോകുന്നത്. അപ്പോൾ കറണ്ട് പോയല്ലോ, പെട്ടെന്ന് എമർജൻസി എടുക്കാൻ വരുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് രാഖി പോയിട്ട് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ അമ്മണിയമ്മയാണെങ്കിൽ വെട്ടുകത്തിയും കൊണ്ട്, ഇതാരോ എന്തോ ചെയ്യുന്നതാണ്, ഞാൻ എന്തും ചെയ്യാൻ റെഡിയായിട്ട് ഇരിക്കുകയാണ്, എൻ്റെ രാഖി മോൾക്കും കുടുംബത്തിനും വേണ്ടി ഞാൻ ആരെയും കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ അമ്മണിയമ്മ ഒന്ന് ചുമ്മാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല, ഇത് കാറ്റും മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് പോയേക്കുന്നതായിരിക്കും, അല്ലാതെ വേറെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ അടുക്കളയിൽ നിന്ന് എന്തോ ഒരു പാത്രം വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും രാഖി പറയുന്നുണ്ട്, അത് ഇവിടെ വരാറുള്ള ഒരു പള്ളിപ്പൂച്ചയാണ്, ആ പൂച്ചയെ താഴെ ഇട്ടതായിരിക്കും, ഇതൊന്നും ഓർത്ത് ആരും ടെൻഷൻ ആവണ്ടെന്ന് പറയുമ്പോൾ, നമ്മൾ ടെൻഷൻ ഉള്ളപ്പോൾ എന്തെങ്കിലും സംശയത്തോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം അങ്ങനെയാണെന്ന് തോന്നും, പേടി കൂടുതലായിട്ട് തോന്നും എന്നൊക്കെ ജയേട്ടനും പറയുകയാണ്. ശേഷം രാജീവനെയും ജഗന്നാഥനെയുമാണ് കാണിക്കുന്നത്. അവർ രാജീവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും യോഗേഷ് ആൻറ്റി വന്ന് ചോദിക്കുക, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, ഞങ്ങളിന്ന് പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ, രാജീവന് ഇന്നത്തെ ദിവസം ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം ഉണ്ടാക്കി വെക്കാൻ എന്നിട്ട് ശാരിക പറഞ്ഞിരിക്കുകയാണ്, അതനുസരിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളത് കഴിക്കാതെ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് വഴക്ക് കേൾക്കുമെന്ന് പറയുമ്പോൾ ജഗന്നാഥൻ പറയുകയാണ്, അല്ലാതെ തന്നെ ഇഷ്ടംപോലെ വഴക്കൊക്കെ കേൾക്കുന്നില്ലേ, ഇതുകൂടി ഒന്ന് സഹിക്കുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പോകുമ്പോഴേക്കും നമ്മുടെ ശാരിക വരികയാണ്. എവിടെ പോകുന്നു ചോദിക്കുമ്പോൾ, ഞങ്ങൾ പുറത്ത് പോകുന്നു, അത് പറ്റില്ല, ഈ രാത്രി എന്തായാലും പുറത്ത് പോകാൻ ഞാൻ സമ്മതിക്കില്ല, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, 2 ചെറുപ്പക്കാർ പുറത്ത് പോകുന്നത് എന്തിനായിരിക്കും ഊഹിക്കാവുന്നില്ല, ഞങ്ങൾ 2 ലാർജ് അടിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ ജഗന്നാഥൻ എന്താണെന്ന് വെച്ച് ചെയ്ത് രാജീവനെ ഞാൻ വിടില്ല എന്ന് തീർത്ത് പറയുകയാണ്. അപ്പോൾ അവർ തമ്മിൽ അതുപോലെ തർക്കിക്കുമ്പോൾ ജഗന്നാഥൻ പറയുകയാണ്, സാരമില്ലെന്ന്, രാജീവനോട് നിൽക്ക്, എന്താ വേണ്ടതെന്നൊക്കെ എനിക്ക് ചെയ്യാനറിയാം, ഞാൻ ഒറ്റയ്ക്ക് രാജീവൻ പോയി എല്ലാം ചെയ്യുന്നതിനേക്കാളും വൃത്തിയായിട്ട് തന്നെ എല്ലാം ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്യും, ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് രാജീവനോട് ആക്കിയിട്ട് ജഗന്നാഥൻ പുറത്തേക്ക് പോവുകയാണ്. ജഗന്നാഥൻ പോയി കഴിയുമ്പോൾ രാജീവേട്ടൻ്റെ പുറകെ ശാരിക അങ്ങനെ ഒട്ടി നടക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ താമസിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ദയവേത് എൻ്റെ പുറകെ നടക്കരുത്, അതല്ലാതെ നിൻ്റെ കൂടെ നടക്കാമെന്ന് കിടക്കാമെന്നൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ
ശാരികയും പറയുകയാണ് ഇപ്പോൾ വേണ്ട, പക്ഷെ അതൊരിക്കൽ ചെയ്യേണ്ടി വരും എന്ന് പറയുകയാണ്. അപ്പോൾ രാജുവിന് ഇഷ്ടമുള്ളത് രാജുവിൻ മുകളിലേക്ക് കയറി പോകുന്നു. അതിനുശേഷം രാരിയം വീടാണ് കാണിക്കുന്നത്. രാരിയം വീട്ടിൽ കറണ്ട് പോയിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ KSEBയുടെ ആളുകളുടെ വേഷത്തിൽ തന്നെ വാതിലിൽ വന്ന് മുട്ടുകയാണ്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ ആദ്യം തന്നെ അവർ തുറക്കാൻ പോകുമ്പോൾ രാഖി പറയുന്നു ആരാണെന്ന് നോക്കിയിട്ടൊക്കെ മതി എന്ന് പറയുമ്പോൾ വേഗം തന്നെ ആരാധന ചോദിക്കുമ്പോൾ KSEBക്കാരാണെന്ന് പറഞ്ഞു കേട്ട് കഴിയുമ്പോൾ വേഗം തന്നെ ആ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അവർ KSEB പ്രവർത്തകരുടെ വേഷത്തിൽ അങ്ങനെ അകത്ത് കയറുകയാണ്. 2 പേരാണ് ആദ്യം തന്നെ വരുന്നത്. എന്നിട്ട് അവർ 2-3 സ്ഥലത്ത് പോയിട്ട് ചെക്ക് ചെയ്യുന്നതായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ ആരതിയും രാഖിയും അതുപോലെ ജയേട്ടനും അമ്മണിയമ്മയും ഒക്കെ അവരുടെ ഒപ്പമുണ്ട്. അതിൻ്റെ ഇടയിൽ അവരിനി അവിടെ പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കിച്ചണിലേക്കൊക്കെ ആയിട്ട് പോകുമ്പോഴേക്കും മൂന്നാമത്തെ ഒരാളും കൂടി അകത്ത് കയറുന്നുണ്ട്. അത് അവരാരും കാണുന്നില്ല. എന്നിട്ട് അവർ പോയിട്ട് അയാൾ പോയിട്ട് വേഗം തന്നെ അവിടെ TV സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് എന്തോ ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അയാളും കൂടി കിച്ചണിലേക്ക് എത്തുന്നു. അപ്പോൾ രാഖി കാണുന്നു 3 പേര് ഇവിടെ ഉണ്ട് എന്ന്. 3 പേര് KSEBയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഇവിടെയല്ല ഇനി അപ്പുറത്ത് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പിന്നെയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാളെ കാണുന്നില്ല. അപ്പോൾ രാഖിക്ക് എന്തോ ഡൗട്ട് തോന്നുകയാണ്. അതായത് 3 പേര് വന്നിട്ട് ഒരാളെ കാണുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് എന്തോ അപകടം മനസ്സിൽ നിൽക്കുന്ന രാഖിയെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.